ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഹർത്താലാണ് ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അതെന്താണെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നതില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ ആയി, മണി 11 മണിയായി. രാവിലെ ഞാൻ ഓർത്തില്ല, അങ്ങനെ വിചാരിച്ചില്ല. രാവിലെ ദോശ കടലക്കറി എല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ച മുതലുള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക് കുറച്ചുകൂടി പോകുന്നു, കുഴപ്പമില്ല, ഒരു വഴിക്ക് പോയാലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ച മുതലുള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ച മുതലുള്ള എന്തൊക്കെ സംഭവിക്കുന്നു അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ കാണും. അപ്പം കം ഓൺ ഗൈസ്. ഇന്ന് ഓൺലൈൻ ക്ലാസ്സുണ്ട്. ഇന്ന് അവർക്ക് സ്കൂളിലാണിട്ടും ഓൺലൈൻ ക്ലാസ്സാണ്. ഹായ്. ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്, ബാക്കിയുള്ളവർ ന്യൂസ് കാണാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വെക്കുന്നത് ചിക്കനും കപ്പയുമാണ്. ചിക്കൻ കിടന്ന് തിളച്ച് മറിയാണ് ഗൈസ്. അത് കഴിഞ്ഞ് ചിക്കനൊക്കെ ആക്കിയതിന് ശേഷം കപ്പ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അങ്ങനെ ഇളക്കി മറിച്ച് എടുത്തതിന് ശേഷം ചിക്കനിലേക്ക് അടുത്ത ചിക്കനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ ഒരുവിധം റെഡിയായി. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി ചിക്കൻ ഒന്ന് മാറ്റി വെച്ചു. അടുത്ത കപ്പ എടുത്തു നമ്മൾ കഴുകി. കപ്പ ഇനി കുക്കറിലിട്ട് ഒരു വിസിലടിക്കാമെന്ന് വിചാരിച്ചു. കപ്പയും എടുത്ത് കപ്പ വെക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുകയാണ്. കപ്പയിലേക്ക് പിന്നെ തേങ്ങയും മറ്റൊന്നും ഇടുന്നില്ല. ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തു. കപ്പയിലേക്ക് തേങ്ങയൊന്നും ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തേങ്ങ ചിരകാൻ മടിയായിരുന്നു ഗൈസ്. അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വന്ന്. ഇതെൻ്റെ ബ്രദറിൻ്റെ മോളാണ്. പിന്നെ എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ 2 ഫ്രണ്ട്സുമാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സല്ല, ഇതെൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെ തന്നെയാണ്. ഇത് സജിയേട്ടനും സജിയേട്ടൻ്റെ മോനുമാണ്. അവർ സ്വീഡനിൽ നിന്നാണ് വരുന്നത്. പിന്നെ വന്നത് സുനിയണ്ണനാണ്. ഹലോ, ഐ ആം സുദീന. ഹലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഗസ്റ്റ് ഒക്കെ ഉണ്ട്. സെനീറ്റ ഫ്രം ആക്കുളം. നോക്കിയോ ഇതാണ് എൻ്റെ മൂത്ത ബ്രദർ സുധീർ മസൂദ്. പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഫുഡൊക്കെ എടുത്തു, റെഡിയാക്കി ഞാൻ മേളിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ അവര് എൻ്റെ പേര് സുദീന. അല്ല, നിന്റെ പേരൊക്കെ ചോദിക്കുമ്പോ എന്റെ പേരെന്താ? എന്റെ പേര് ഇത് രാജേഷ്. സുദീന. ആന്റിയുടെ പേര് സുദീന. സുഖമാണെന്ന് ചോദിക്കും. സുഖം. നീല അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേര് You like this car? You like? നമ്മളെ നീലിന് നന്നായിട്ട് മലയാളം അറിയാം അല്ലേ നീൽ? കുറച്ച് കണ്ടോ, നമ്മള് മലയാളിയേക്കാൾ എന്ത് നന്നായിട്ട് നീലും മലയാളം സംസാരിക്കുന്ന അറിയാം. അച്ഛൻ എവിടെയാ നീൽ? മേളിൽ. അതെ, മേളിൽ. ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ്. അടിപൊളിയാണ് അല്ലേ നീൽ? കാർ ഇഷ്ടായ? ഫുഡ് ഇഷ്ടമായോ? ഫുഡ്, യെസ്. കാർ ഇഷ്ടായ? ഇഷ്ടമാണ് നീലിന്. AC വേണോ? AC
എന്നോട് സംസാരിക്കാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിരുന്നു. 1+1 കിന്നരത്തിലെ ജഗതിയുടെ അവസ്ഥ പോലെ ആയി എൻ്റെത്. ജോസഫ്, കുട്ടിക്ക് മലയാളം അറിയാം. കിച്ചണിൽ എന്തോ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പോയത്. നോക്കിയപ്പോഴത്തേക്ക് കുക്കറിലൊക്കെ വിരവി അടിച്ച് ആൾക്കാർ കഴിക്കുന്നുണ്ട് ചോറൊക്കെ. അങ്ങനെ നമ്മളെ സ്വന്തം നീൽ കുട്ടൻ കപ്പലണ്ടി മിഠായി കഴിക്കുന്നു. ഈ മിഠായിയുടെ പേരെന്താ? കപ്പലണ്ടി മിഠായി. ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പോലും ഇങ്ങനെ ഇത്രയും സ്ഫുടതയിൽ പറയത്തില്ല. ഇതെന്താണ്? കപ്പലണ്ടി മിഠായി. എന്താ? ബിരിയാണി. സർപ്രൈസ് ഒന്നുമല്ല, ഇത് എൻ്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇന്ന് ബിരിയാണി ഉണ്ട്. അങ്ങനെ ഹർത്താലിന് നമുക്ക് ബിരിയാണിയും കൂടെ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇത് അജീന കൊടുത്തയച്ചാണ്, എൻ്റെ സ്വന്തം നാത്തൂൻ. അവള് മലപ്പുറംകാരിയാണ്. അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, മലപ്പുറം സ്റ്റൈൽ. Wait. Let's go. Hey! Can I shoot on your face? No. Oh, yes. No, you did not put it in the correct place. You did not put it in the correct place. No, you have to give me one ammo. You have to give me one ammo. One ammo, please. One ammo. No, don't do it. Don't shoot yet. No, wait. I said wait. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച്, ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടിയിട്ടും അതൊന്നും പോരാ, പൈപ്പിൽ നിന്ന് തന്നെ വെള്ളം വേണമെന്നൊരു വാശി. ഇനി കാണാം. എന്തോ കേട്ടില്ല. എന്തോ നീ പിന്നെ കാണാം. ഇവിടെ ഇരുന്നിട്ടോ. ബൈ. എപ്പോ കാണാം? അത് വർക്കല വരട്ടോ. ഹായ്, സീ യു. വർക്കല വരാവേ. വർക്കല കാണാം. അങ്ങനെ അവരൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. നീൽ നല്ലൊരു കുട്ടിയാണ്. അവന് നന്നായിട്ട് മലയാളം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് സജിയേട്ടൻ. അവന് പെട്ടെന്ന് എല്ലാവരുമായിട്ട് അടുക്കുന്നത്. അടിപൊളിയായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി അവനായിട്ട്. ഇനി പോയി ബിരിയാണി കഴിക്കണ്ടേ? അങ്ങനെ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു, ബായൊക്കെ പറഞ്ഞു. ഹർത്താലായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗസ്റ്റാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചെറിയ ഹർത്താൽ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി നൈറ്റ് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു, ഞാനത് കാണിക്കാൻ വിട്ടുപോയി. അതെല്ലാം കഴിച്ച് എല്ലാവരും ഉറക്കത്തിനുള്ള സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ വേറെ വിശേഷമില്ല. ഇതായിരുന്നു നമ്മുടെ ആ ഹർത്താൽ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് പറയുക. അപ്പം ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്. സന്ധിക്കും വരെ വണക്കം. ബൈ.